തിരുവല്ലയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് ഇന്നലെ ചിലങ്ക ജംഗ്ഷനിൽ നടന്നത്. ചിലങ്ക ജംഗ്ഷനിൽ നിന്ന് വിദ്യാർത്ഥിയായ യുവാവും യുവതിയും നടന്നു പോകുന്നത് പലരും കണ്ടെങ്കിലും ആരും അത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് ഒരു അഗ്നിഗോളം നാട്ടുകാരെ അമ്പരപ്പിക്കുകയായിരുന്നു. 40 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. തീ ആളി കത്തിയപ്പോഴാണ് വഴിയിലുണ്ടായിരുന്നവർ അത് ശ്രദ്ധിച്ചത് പോലും. പെൺകുട്ടിയുടെ ദേഹത്തെ തീ കെടുത്തുകയായിരുന്നു ആദ്യത്തെ ശ്രമം. 2 ബക്കറ്റ് വെള്ളമൊഴിച്ചതോടെ തീ കെട്ടടഞ്ഞു. ഉടൻ തന്നെ പെൺകുട്ടി പുറകോട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ സമയമെല്ലാം റോഡിൽ അക്ഷോഭ്യനായിരുന്ന യുവാവിനെ ചിലർ പിടിച്ചു നിർത്തി. പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷമാണ് അന്വേഷണം തുടങ്ങിയത്. യുവതിയെ തീ കൊളുത്തിയ സംഭവത്തിൽ വലിയ തെളിവായി മാറുകയായിരുന്നു CCTV ക്യാമറ. കളിപ്പാട്ടക്കടയിലെ ക്യാമറയാണ് എല്ലാം പകർത്തിയത്. 9:11 മുതൽ 40 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ദൃശ്യങ്ങളിലാണ് സംഭവമുള്ളത്. റോഡിൽ എതിർവശത്ത് നടന്ന സംഭവമായതിനാൽ ഇടയ്ക്ക് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ തടസ്സം ഉണ്ടെങ്കിലും സംഭവം വ്യക്തമായി കാണാം. പിന്നാലെ എത്തുന്ന യുവാവ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ വഴി തടസ്സപ്പെടുത്തി മുൻപിലേക്ക് കയറി നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിൽ പെൺകുട്ടി വയറുപൊത്തി വേദനയോടെ നിൽക്കുന്നു. കത്തിക്കൊണ്ടുള്ള കുത്തുകൊണ്ടതാകാം വാഹനങ്ങൾ കടന്നു പോകുന്നതിന്റെ മറവിലാണ് പല ദൃശ്യവും നടക്കുന്നത്. പെട്ടെന്ന് യുവാവ് ബാഗ് തുറന്നെന്തോ ദ്രാവകം യുവതിയുടെ തലയിലേക്ക് ഒഴിക്കുന്നു. യുവാവ് ലൈറ്റർ കത്തിക്കുന്നത് പോലെയുള്ള ആക്ഷൻ. യുവതിയുടെ ദേഹത്ത് തീ പടരുന്നു. അവർ പുറകോട്ട് വീഴുന്നു. നാട്ടുകാർ ഓടിക്കൂടി ഫ്ലക്സ് ബോർഡ് ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നു. ഇത്രയും രംഗങ്ങളാണ് CCTVയിലുള്ളത്. യുവാവ് പോക്കറ്റിലാണ് കത്തി സൂക്ഷിച്ചിരുന്നതെന്നും നാട്ടുകാർ പറയുന്നു. സംഭവം നടന്നതിന് ശേഷം റോഡ് വശത്ത് അവശേഷിച്ചത് യുവതിയുടെ കത്തിക്കരിഞ്ഞ ബാഗാണ്. 1 ലിറ്ററിന്റെ കുപ്പി, ലൈറ്റർ എന്നിവയും നാട്ടുകാർ തീ കെടുത്താൻ ഉപയോഗിച്ച ഫ്ലക്സ് ബോർഡും അവിടുന്ന് കണ്ടെത്തി. ബാഗ് പകുതിയോളം കത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് പെട്രോൾ കൊണ്ടുവന്ന കുപ്പിയും ലൈറ്ററും കിടന്നത്. പോലീസിന്റെ സയന്റിഫിക് ഓഫീസർ ലീന ബി നായർ, വിരലടയാള വിദഗ്ധരായ A ശൈലജകുമാരി, TK ശ്രീജ, ഫോട്ടോഗ്രാഫർ ജയദേവകുമാർ എന്നിവർ ചേർന്നാണ് സംഭവ സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ സഹപാഠികളായിരുന്ന ഇരുവരും അന്നു മുതലേ പ്രണയത്തിലായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. അതിൽ നിന്നും പെൺകുട്ടി പിന്മാറിയെന്ന നിഗമനമാണ് ഈ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പെൺകുട്ടിയെ വകവരുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാണ് പ്രതി വന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനാണ് കത്തി, പെട്രോൾ, കയർ എന്നിവയുമായി ഇന്നലെ രാവിലെ തിരുവല്ലയിൽ എത്തിയത്. പെൺകുട്ടിയുടെ ദേഹത്ത് തീ പടർന്നത് കണ്ട് അക്ഷോഭ്യനായി നിന്ന അജൻ സ്റ്റേഷനിലെത്തിയിട്ടും ഭാവമാറ്റമില്ലാതെ നിന്നത് പോലീസിനെ അത്ഭുതപ്പെടുത്തി. പെൺകുട്ടിക്ക് ഏറ്റ കുത്ത് സാരമുള്ളതല്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു. തല മുതൽ താഴോട്ട് പകുതി ഭാഗം സാരമായി പൊള്ളിയ നിലയിലാണ്. മുഖത്തും കഴുത്തിനുമാണ് കൂടുതലായി പൊള്ളലേറ്റത്. മുടി മുഴുവൻ കരിഞ്ഞുപോയി. പേശികൾക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇതുമൂലം വൃക്കകൾക്ക് തകരാർ സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. അരയ്ക്ക് മുകളിലുള്ള ഭാഗത്ത് പൊള്ളലിന്റെ 90% സംഭവിച്ചിരിക്കുകയാണ്. പൊള്ളലേറ്റ യുവതി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസ് മെഡിക്കൽ ടീം ആംബുലൻസിൽ 94 കിലോമീറ്റർ അകലെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചത്. 43 മിനിറ്റ് കൊണ്ടാണ് തിരുവല്ല, ആലപ്പുഴ, ചേർത്തല, അരൂർ വഴി ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് സംഘം വഴിനീളെ സഹകരിച്ചത് കൊണ്ടാണ് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എത്താൻ കഴിഞ്ഞതും. എന്തായാലും സംഭവം കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.